ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിപണിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് RBI മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള MPC കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ ആയിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ ആയിട്ട് ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സർ, ആദ്യം നമുക്ക് ഏതായാലും കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണുന്നത് കമ്മോഡിറ്റി മാർക്കറ്റ് പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് തന്നെയാണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റ് ഇപ്പോഴൊരു നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 0.24% നേട്ടം ബ്രെൻഡിലുണ്ട്. WTI ക്രൂഡ് ആണെങ്കിലും 0.3% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമ്മൾ നോക്കുമ്പോഴേക്കും WTI ക്രൂഡ് വളരെ മേജർ സപ്പോർട്ട് ലെവലായിട്ടുള്ള $61 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് അവസരം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $64 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇന്നലെ ക്രൂഡ് ഇതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് എടുത്തത്. ഏതായാലും നമുക്ക് മറ്റൊരു കമ്മോഡിറ്റിയിലോട്ട് പോകാം. സർ, ഗോൾഡ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാണുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് നോട്ടിലുള്ളൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും നമുക്ക് നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ നമുക്ക് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് വളരെ ഷോർട്ട് ടേം ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഇസ് ഇൻ ആൻ ഓവർബോട്ട് സിറ്റുവേഷൻ. ഓവർബോട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3818 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സോ US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ നമ്മൾ കണ്ടത്. ഡൗ ജോൺസ് 0.18% നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.4% നേട്ടവും നാസ്ഡാക്ക് 0.3% നേട്ടവും രേഖപ്പെടുത്തിയാണ് ഇന്നലെ US വിപണിയിൽ ക്ലോസ് ചെയ്തത്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ US മാർക്കറ്റിൽ എന്താണ്? ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 46,460 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇതിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ 46,715 പോയിന്റ്. ബട്ട് നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇന്നലെ ഒരേ ഒരു ഫാക്ടർ അല്പം നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്ന ബാങ്കിങ് ഓഹരി, അതായത് സിറ്റി ബാങ്ക്, JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ് മുതലായ സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ അതിന് വീണ്ടും അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ അല്പം വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 46,000 പോയിന്റ് സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമുക്കൊരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിച്ചു. 24,810 ആയിരിക്കണം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. ഇന്ത്യൻ വിപണിയിലോട്ട് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ 24,611 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൽ തുടക്ക സമയത്ത് മാർക്കറ്റിലൊരു നേട്ടം ആദ്യത്തെ ഒരു ട്രേഡിംഗ് ആദ്യത്തെ മണിക്കൂറിൽ നമുക്ക് കണ്ടെങ്കിൽ കൂടി അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ആയിരുന്നു മാർക്കറ്റ് ട്രേഡിംഗ് തുടർന്നതായിട്ട് നമ്മൾ കണ്ടത്. നിഫ്റ്റി 50യിൽ താങ്കളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നെഗറ്റീവ് ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഒരു ഓവർസോൾഡ് റീഡിംഗ് സോണിലോട്ട് പോയിട്ടുണ്ട് നിഫ്റ്റി 50. അതുകൊണ്ട് തന്നെ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് കവറിംഗിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. സോ കറന്റ് ലെവൽസിൽ പുതിയ ഷോർട്ട് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ, കവർ ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ
ആ റെസിസ്റ്റൻസ് ബ്രേക്ക് പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 25,000 പോയിന്റ് ആയിരിക്കും. 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാർ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 54,635 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണുന്നത്. 0.32% നേട്ടമായിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന PSU ബാങ്കിങ് ഓഹരിയിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണാൻ സാധിച്ചെങ്കിൽ സെക്ടർ ബാങ്കിങ് സെക്ടർ വീണ്ടും നമ്മൾ നിരാശപ്പെടുത്തി. സോ നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് 55,200 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 54,200 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഇന്ന് വിപണി ഏതായാലും ഒരു ഒറ്റുനോക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് RBIയുടെ MPC പോളിസി യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയാണോ, അതോ കഴിഞ്ഞൊരു റേറ്റ് കട്ട് അല്ലെങ്കിൽ ആ കഴിഞ്ഞൊരു റേറ്റുമായി അത് താരതമ്യം ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഒരു മാറ്റമില്ലാതെയുള്ള ഒരു തുടർച്ചയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? വിഷ്ണു, നമ്മൾ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു പ്രെഡിക്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം എന്തായിരിക്കും എന്ന്. കാര്യം 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൺ ദോ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കുറവാണെങ്കിലും വിച്ച് ആക്ച്വലി ഗിവ്സ് എ റൂം ടു RBI ടു കട്ട് ദി ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന 2 നെഗറ്റീവ് ഫാക്ടേഴ്സ്, ഒന്ന് ക്രൂഡ് ഓയിലിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് ഇന്ത്യൻ റുപ്പി നിലവിൽ ഓൾ ടൈം ലോ ലെവലിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ 2 ഫാക്ടേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും പരിഗണിക്കും. അതിന്റെ അടിസ്ഥാനത്തായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നീക്കം. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു 0.5% ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിനും പർട്ടിക്കുലർലി ബാങ്കിങ് സ്റ്റോക്സിനൊക്കെ അത്. സാർ, നമുക്കിനി ഒരു ഇൻഡെക്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി മെറ്റലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ PSU ബാങ്കിന് പുറമെ ഒരു 1% മുകളിൽ നേട്ടം രേഖപ്പെടുത്താൻ ഇന്നലെ മെറ്റൽ സൂചികയ്ക്ക് സാധിച്ചിരുന്നു. 1.16% നേട്ടമാണ് മെറ്റൽ സൂചികയിൽ കണ്ടത്. മെറ്റൽ സൂചികയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 10,200 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും മെറ്റൽ ഇൻഡെക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 960 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പക്ഷേ നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലത്തെ ഒരു ട്രേഡിൽ നോക്കുമ്പോൾ വലിയ കുതിപ്പാണ് ഓഹരിയിൽ കണ്ടത്. 16% ഒരു നേട്ടമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളൊരു ട്രേഡിംഗ് ഈ ഒരു മാസത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 51% നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമുക്ക് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് റിലയൻസ് ഇൻഫ്രയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 2% ഇടിവായിരുന്നു ഓഹരിയിൽ കണ്ടത്. 242 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3 മാസത്തെ ഒരു ട്രേഡിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? റിലയൻസ് ഇൻഫ്രയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉടനടി വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തൊരു ഓഹരി നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ബ്ലൂ ഡാർട്ടാണ്. ബ്ലൂ ഡാർട്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പോസിറ്റീവായ വാർത്തകളൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നൊരു ഓഹരിയായിരുന്നു. ഏതായാലും ഇന്നലെ നോക്കുമ്പോൾ 2%ഒക്കെ ഒരു പോസിറ്റീവായ ഒരു ക്ലോസിംഗ് എടുക്കാൻ ബ്ലൂ ഡാർട്ടിന് സാധിച്ചു. 5703 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കൾ ബ്ലൂ ഡാർട്ടിൽ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
വിഷ്ണു, ബ്ലൂ ഡാർട്ടിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ കാണുന്ന മറ്റൊരു പ്രോബ്ലം കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഇല്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യണമെങ്കിൽ 6500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 5425 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തൊരു ഓഹരി KPIT ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. KPIT ടെക്നോളജീസ് ഇന്നലെ നോക്കുമ്പോൾ 9% ഒരു സെൽ ഓഫ് ആണ് നേരിട്ടതായിട്ട് കാണുന്നത്. 1097 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരി സംബന്ധിച്ച് കഴിഞ്ഞ 4 മാസം നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നതായിട്ടും ട്രേഡിംഗ് നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, KPITയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ഈ സ്റ്റോക്ക് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 1160 ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. സർ, അടുത്തൊരു ഓഹരി സിംഫണി ലിമിറ്റഡാണ്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1.24% നേട്ടത്തിലുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ നടത്തിയത്. 905 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു നേട്ടം ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഇന്നും ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് ശ്രമിക്കണം. ഷോർട്ട് ബുള്ളിഷായി മാറണമെങ്കിൽ 990 രൂപയും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1150 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഇനി നമുക്ക് കിർലോസ്കർ ബ്രദേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ട്രേഡിൽ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇടിവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 1929 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കിർലോസ്കർ ബ്രദേഴ്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? കിർലോസ്കർ ബ്രദേഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് തന്നെ തുടരുന്നു. നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 795 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 2125 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാറിന് കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കല്യാണിനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരി 1.34% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 454 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കല്യാൺ ജുവലേഴ്സിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 440 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 540 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അറ്റ് ദ പ്രസന്റ് സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ, നമുക്ക് അദാനി പോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് അദാനി പോർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഓഹരിയിൽ ഉണ്ടായിരുന്നത് നേട്ടമായിരുന്നു. 1.47% നേട്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 1403 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദാനി പോർട്ടിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. 1370 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1418 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓഹരി എന്ന് പറയുന്നത് വിഷ്ണു പ്രകാശ് ആർ പുങ്കിലിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. അതിൽ ഓഹരി സംബന്ധിച്ച് 0.16% നേട്ടമാണ് നമുക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് 2023 അതിനുശേഷം ഒരു ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നൊക്കെ ഇപ്പോൾ താഴ്ന്ന നിലയിലാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു മാസവും കഴിഞ്ഞ മാസമൊക്കെ വലിയൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ട് ഓഹരി. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യണം. വിഷ്ണു പ്രകാശ് ആർ പുങ്കിലിയ, VPRPL.
വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിനു ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ മാത്രമേ ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുള്ളൂ. ആൻഡ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സാറിന് നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി നോക്കുമ്പോൾ 2.67% നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 39 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ് IOBയിൽ? വിഷ്ണു, ഇന്ന് നേരത്തെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു ഔട്ട് പെർഫോമൻസ് നമുക്ക് നൽകിയത്. അതിൽ തീർച്ചയായിട്ടും നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ IOB തീർച്ചയായിട്ടും നമുക്ക് ഹോൾഡ് ചെയ്യാം. 37.50 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ബട്ട് നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെങ്കിൽ 41 രൂപ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി അദാനി ഗ്രീൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.82% ഒരു ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. 1026 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ ഒരു വീക്കിലി ട്രേഡിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ വലിയ രീതിയിലൊരു വോളിയം ബിൽഡപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് നോക്കുമ്പോൾ താരതമ്യേന ഒരു കൂടുതൽ വോളിയം ട്രേഡിംഗ് കഴിഞ്ഞ ആഴ്ച നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി ഗ്രീനിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിനിടെ നമുക്ക് അഡാനി സ്റ്റോക്സിലൊക്കെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 2 ആഴ്ച മുൻപായിരുന്നു സെബിയിൽ നിന്നും അഡാനി ഗ്രൂപ്പിന് ഒരു ക്ലീൻ ചിട്ട് ലഭിച്ചത്. അതിനെ തുടർന്ന് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്ക് കാണാൻ സാധിച്ചു. എങ്കിലും അതിനുശേഷം കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അഡാനി ഗ്രീന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 957 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1080 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1200. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സാറിന് ഈ പ്രീമിയർ എക്സ്പ്ലോസീവിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.41% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 564 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം 14% ഒരു നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12% നേട്ടം നൽകി കഴിഞ്ഞ ഓഹരി. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ വ്യൂ ഇപ്പോൾ എന്താണ്? പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരു പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒത്തിരി ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 510 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാർ, അടുത്തൊരു ഓഹരി SRM കോൺട്രാക്ടേഴ്സ് ലിമിറ്റഡ് ആണ്. ഇന്നലെ 1.8% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 533 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാസം മികച്ചൊരു റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു. 15% റിട്ടേൺ നൽകി. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ മാസം ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസമാണ്. ഏതായാലും നമുക്ക് ഈ ഒരു ഓഹരി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ മാസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, SRM കോൺട്രാക്ടേഴ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് SRM കോൺട്രാക്ടേഴ്സ്. അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 528 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് NTPCയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.15% ഇടിവാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. 340 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. NTPCയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്?
NTPCയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 332 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 352 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. NTPCയുടെ തന്നെ NTPC ഗ്രീൻ എനർജിയുടെ ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. 0.09% ഒരു ഫ്ലാറ്റ് നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഓഹരി നമ്മളൊരു മന്ത്ലി ട്രേഡിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 മാസമായ ഒരു ബെയറിഷായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിലവിൽ 97 ഇപ്പോഴത്തെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ NTPC ഗ്രീനിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി NTPC ഗ്രീനിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 90 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 110 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് നമുക്ക് ഹുണ്ടായി മോട്ടോഴ്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.18% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 2584 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ലിസ്റ്റിങ്ങിന് ശേഷം, അതായത് ഏപ്രിലിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് ഒരു 60% മുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ കൂടി ഓഹരിയിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഹുണ്ടായിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ഹ്യുണ്ടായിയുടെ കേസിൽ മാത്രമല്ല പല ഓട്ടോ സ്റ്റോക്സിലും പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ തുടർന്ന് വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല ഓട്ടോ സ്റ്റോക്സ് ഹ്യുണ്ടായ ഉൾപ്പെടെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഹ്യുണ്ടായുടെ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2566 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലാണ് ഇന്നലെ മുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് 2460, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2360 രൂപയിലോ കാണുന്നത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിന് കൺഫർമേഷൻ നമുക്ക് ബോട്ടം ലഭിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. സാറിന് ജിയോ ഫിന്നിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ മാർച്ചിന് ശേഷം തുടർച്ചയായ ഒരു 5 മാസങ്ങൾ നേട്ടം രേഖപ്പെടുത്തി ഒരു കുതിപ്പ് ഓഹരി നടത്തിയെങ്കിലും ഈ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ഓഹരികൾ നടക്കുന്നതായിട്ടാണ്. ജിയോ ഫിന്നിലൊരു ലോങ് ടൈം സാധ്യത ഇനിയുണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ജിയോ ഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ കൈവശം ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2080 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ആ പൊസിഷൻ നിലനിർത്തുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സർ, അടുത്തൊരു ഓഹരി ഉള്ളത് കെർനെക്സ് മൈക്രോ സിസ്റ്റം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 2% ഇടിവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 1021 എന്നൊരു പ്രൈസിലാണ് ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് കാണുന്നത്. കെർനെക്സ് മൈക്രോ സിസ്റ്റംസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കളുടെ ഒരു ടേക്കും എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കെർനെക്സിന്റെ കേസിലും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആണെങ്കിൽ പോലും അണ്ടർടോൺ ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 960 രൂപയിൽ വളരെ റെസ്പെക്ട് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടണമെങ്കിൽ 1210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാർ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓലയുടെയൊക്കെ ഒരു വ്യൂ പറഞ്ഞതായിരുന്നു. ഇന്നൊരു ഓഹരി നമുക്ക് ചോദിക്കാനുള്ളത് എയ്തർ എനർജിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ 2.58% ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. എന്നാൽ നമ്മൾ ഓഹരി നോക്കുമ്പോൾ മെയ്യിലെ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് എടുക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 80% മുകളിൽ റിട്ടേൺ ആണ് ലിസ്റ്റിങ്ങിന് ശേഷം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എയ്തറിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടത്? എയ്തറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 530 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് അറിയേണ്ട ഇന്നലെ വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ സാധിച്ചൊരു ഓഹരിയായിരുന്നു സൈബർ ടെക് സിസ്റ്റംസ്. ഇന്നലെ നോക്കുമ്പോൾ 10% കുതിപ്പാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 214 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്?
സോ സൈബർ ടെക്കിന്റെ കേസിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 5-8 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി ട്രേഡിംഗ് സെഷൻസിൽ ഇത് അപ്പർ സർക്യൂട്ടിലും മറ്റ് ചില ദിവസങ്ങളിൽ ലോവർ സർക്യൂട്ടിലും ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. ഇന്നലെ മാത്രമല്ല ട്രേഡിംഗ് ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 200 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. സാർ, അവസാനമായി ചോദിക്കാനുള്ളത് വാസ്കോൺ എഞ്ചിനീയേഴ്സിനെ പറ്റിയാണ്. ഈ ഒരു ഓഹരി നോക്കുമ്പോൾ 0.89% ഒരു ഇടിവ് രേഖപ്പെടുത്തി ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു 40% നേട്ടം രേഖപ്പെടുത്താൻ എന്ന ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വാസ്കോൺ എനർജി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് കഴിഞ്ഞ ഒരു 2 മാസം സ്റ്റോക്കിൽ നമുക്ക് നല്ല നേട്ടം. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ 65.80 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസും ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ, ഇത്ര അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിലും സഫാനും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.